ഞാൻ എടുത്തോളാം. ആരാ എന്റെ മരുമോളാണോ ഇന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ഫിഫ്ത്ത് നോക്കിയാ ഡാഡി. ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു കഴിച്ചേച്ചു പോടാ. ഇന്ന് ഇവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ. അപ്പൊ രസം കണ്ടിരിക്കും. ഇതെന്താ ഇനി? അവിയല്. ഈ ചാമ്പാറോ അവയിലോ ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്നിവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ, ഞാൻ വയറ് കുടിച്ചോണ്ടങ്ങ് പാ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, നീ രാത്രിയിലങ്ങ് വരുമല്ലോ, ഓളാവുന്നോടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടേന്ന്. മോളെ നീ ഇച്ചിരി അതിങ്ങെടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീൻ അമ്മാളേ 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 അമ്മാളേ. നിന്നെ ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കാം. നീ ഷൈൻ ചെയ്യുന്നോ? ആലവലാതി. ഡാഡിയുടെയും ബെറ്റിയാന്റെയും മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നോ? അയ്യേ, നീ ഇത്ര ചീപ്പായിട്ട്. അതേടാ, നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു എന്റെ അണ്ണനെ വായി നോക്കി നടക്കുന്ന നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാ, സാമ്പാർ പോരെന്നോ? ആഹാ, അത് നിനക്ക് ഇനി നിനക്ക് ഇറച്ചിമീന വേണ്ടല്ലോ. ഇനി നീ ഷൈൻ ചെയ്യോ? ഷൈൻ ചെയ്യോ? നാളെ ഞാൻ പോവാ. നിന്റെ ജോലിക്കാരിയൊക്കെ ശരിയായോ? ശരിയായി. ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണിയെ. സാജനും അവിടെ തന്നെ അല്ലേ? അവിടെ തന്നെയാ. പക്ഷെ അവൻ പോയിട്ട് യാതൊരു വിവരവുമില്ല. നീ വൈകിട്ട് കർക്കിടക ടൂറിസ്റ്റ് ഹോമിലേക്ക് വരൂ. എല്ലാരും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോട്ടെ. ശരി. ടിറ്റോ ടിറ്റോ പോകുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം. ശരിയാ. അതേതായാലും നന്നായി നീ അവനെ പോയി കണ്ടത്. അവൻ അത്രേ ഉള്ളൂ. എന്നിട്ട് സ്വാമി കുഴന്ത എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നതിന് മുമ്പ് വേണിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നവിടെ ഞാൻ കെട്ടുകയും ചെയ്തു. പാവം. ഇനി നിനക്ക് ധൈര്യമായിട്ട് പോ. ബാക്കി ഞാൻ ഏറ്റു അണ്ണനെ പെങ്ങളെ ഒരുമിപ്പിക്കുന്ന കാര്യം. ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയിണ്ടോ? എന്താന്ന് ചാപ്പാടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. എല്ലാരും താഴെ വന്ന് കഴിക്കണം. പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി. താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്തെഴുതണം. കത്തെഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ളൊരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ? നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാജൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ ഫിഫിക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ന് ഞാൻ സാജനെ കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിതേ അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു 10 മൈലിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡ് മേളവും എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ഫിഫിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ഫിഫി നോക്ക്, അവള് കരയുന്നുണ്ടോ? ഇത് നല്ല കൂത്ത്. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി.
ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ ആ അളി, ആ. ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഈ വരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ സ്വാമി വരുന്നുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിനക്ക് എഴുതാം. വല്ലപ്പോഴൊക്കെ നീ വീട്ടിലോട്ട് പോണം. Your attention, please. This is the final call for the passengers boarding on Air India flight Hotel, yeah. AI930 to Dubai. You're requested to check in through immigration, security, and customs. Thank you. എല്ലാം ക്ഷമിക്കണം. പോയിട്ടുണ്ടായി. റെഡി? അളി, ഒന്നും മനസ്സിൽ വെക്കാതെ അളിയാ. ഫിഫി, ഫിഫി, എന്താ? അല്ല, ഛർദിക്കുന്ന മാതിരി ശബ്ദം കേട്ടു. നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു. എന്താ? കർത്താവേ, വിഷമിക്കാതിരിക്കും മോളെ. ഇത് വലിയ തെറ്റൊന്നുമല്ല. സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ. സാജനും അറിയാവുന്ന കാര്യമാണല്ലോ. ടിറ്റു അവനെയും കുട്ടി ഉടനെ വരില്ലേ? എനിക്ക് അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ. ആരും അറിയാതെ നമുക്കത് ചെയ്യാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പോട്ടെ ആന്റി. വിഷമിക്കാതെ മോളെ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഡാഡിയോട് പറഞ്ഞാലോ? വേണ്ട, അങ്കിളിനോടിപ്പോ പറയണ്ട. ഞാൻ അച്ഛൻ ഒരെഴുത്തോടെ അയക്കാം. ഈ കാര്യം എഴുതരുത്. ഈ കാര്യം എഴുതുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നും പറഞ്ഞ് എഴുതാം. എന്താ സുഖമില്ലേ മോളെ? ഒന്നുമില്ല ആന്റി. ദേ ഫ്രിഡ്ജ് വന്നിരിക്കുന്നു. എന്താ ഫ്രെഡി? ഒന്നുമില്ല, വെറുതെ വന്നതാ. ഞങ്ങൾ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം 30 രൂപയാക്കി കൂട്ടി. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാ. പേടിക്കണ്ട, എല്ലാം നേരെയാകും. അത് പറയാനാ ഞാൻ വന്നത്. ശരി ഫ്രെഡി, ഈ കാര്യം ആരും അറിയരുത്. എന്റെ മനസ്സിന് പോലും അറിയില്ല. തെറ്റോട് കത്തുവല്ലോ വന്നോ? ഇല്ല, നാളെ എന്തായാലും വരും. പ്രിയപ്പെട്ട ആളിന് വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വന്നതിന്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു. അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവന് ജോലി കിട്ടിയ കമ്പനിയിലെ MD-യുടെ മകൾ. അതിനുവേണ്ടിയാണ്
അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊരു സമാധാനവുമില്ലല്ലേ. എന്റെ ഫിഫിയെ പറ്റി ആലോചിക്കുമ്പോഴാ അളിയ അവളോട് പറയണം സാജനെ മറക്കാൻ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവളുടെ അച്ചായൻ ഉടനെ വരും. വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട്. ഫിഫിയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതെ. മോളെ, ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ. ആരും അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ടിറ്റോയും ഡാഡിയും ഇതറിയണ്ട. നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം. ആരും അറിയില്ല. ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കും മോളെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ? ഫിഫി ഡാർലിംഗ്, ബെറ്റി ആന്റി, അമൽസ്, അമൽസ്. അയ്യോ, വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല. ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെന്ന് ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആകുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണം അങ്കിൾ. വേണം. ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. താനിരിക്കാം. ഓക്കെ. ഹായ് മിസ്സസ് വെനിറ്റിറ്റോ, ഹൗ ആർ യു? ഫൈൻ. നത്തിങ് ഈറ്റബിൾ ഐറ്റംസ്? ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീടെ അവിടെ നിർത്തിയോ? സ്മാൾ സ്മാൾ കുറവാ. അമ്മാളെ ഒന്ന് കാണാൻ പട്ടാളത്തെ ചുറ്റിപ്പറ്റി 2 സ്മാൾ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നേ. എപ്പൊ തുടങ്ങോടി? ഉച്ചയാകുമ്പോ ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ഞാനെന്നാ ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അല്ലേ? നമ്മുടെ പട്ടാള വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ? നമ്മുടെ വേണിക്ക് നമ്മുടെ വേണി ഞാനവിടെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടു. ശരിക്കും ദേവട്ട ഞാനിനി എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട, അമ്മാവനാവാൻ തയ്യാറായിക്കും. പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് 2 വർത്തമാനം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അസലാക്കാം. ഞാൻ പോട്ടെ ദേവട്ട, 2 മണി ക്ലാസ് ഉണ്ട്. മാമ ചെലവുണ്ട്. ഉണ്ടേ. ഹലോ, യെസ് 63516. മോളെ വേണി, വേണി. ഹലോ മോനെ ടിറ്റോ, നീ നല്ല ദിവസം നോക്കിയാണല്ലോടാ വിളിച്ചത്. വേണി ഈസ് കാരിങ്. എടാ ഫൂളെ, നീ ഒരു അച്ഛനാകാൻ പോകുന്നു. ഫിഫി ബോംബെയിലാ. നമ്മുടെ സണ്ണിച്ചന് സുഖമില്ല. ബെറ്റ് പോയപ്പോ കൂടെ പോയി. ഷീസ് ഓക്കെ. ഫിഫി ഈസ് ഓക്കെ. ഓക്കെ, ഐ ആം ഫൈൻ മോനെ. ഹൗ ആർ യു? ഞാൻ വേണിക്ക് കൊടുക്കാം. ഹലോ ഹലോ, അച്ഛന് സുഖാണോ? കണ്ടു, അണ്ണനെ കൊണ്ടുപോയത്. സ്വതമുണ്ട്.
ഹലോ, കാര്യമുണ്ട്. ഞാൻ എന്നും രാവിലെ വരും. എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും. നല്ലോണം നോക്കുന്നുണ്ട്. നാളെ ഡെയ്സി ആന്റിയെ സാരി ഉടുപ്പിച്ച് ഇറക്കുക. അമ്മാഴ്സിന്റെ ഗർഭ ശുശ്രൂഷയ്ക്ക് കൊടുക്കാം. ഹലോ ആ അച്ഛൻ വേഗം വരണം. അയ്യോ, കളഞ്ഞല്ലോ. എന്റെയും ഫ്രെഡിന്റെയും വല്ലവന്റെയും വിസയുടെ കാര്യം ചോദിക്കണമായിരുന്നു. വല്ലവന്റെ വിസയുടെ കാര്യം താനെന്തിനാ അന്വേഷിക്കുന്നത്? അയ്യോ, വല്ലവന്റെ അല്ല, വല്ലഭായിയുടെ, എന്റെ ചേട്ടന്റെ അമ്മാളെ. ഒരാശുല്ല പുസ്തകം. ഗർഭകാല വ്യായാമങ്ങൾ. ജഗതു പിള്ളസാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക. എന്നിട്ട് പിന്നോട്ട് മലരുക. 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും കയറി ചെയ്തോളരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും, അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് പോയി. സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരട്ടെ. ഓക്കേ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നത്? യെസ്. നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കം വലി അമ്മാള് കേട്ടിട്ടല്ലോ. 7 നിലയിലാ കൂർക്കം വലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ കട്ടോണ്ടി വലിക്കോ? എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അമ്മായി.